Hi dear friends, Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് തയ്ച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ ഇത് കാണിക്കുന്നത്. കോളർ നെക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജോർജറ്റിന്റെ തുണിയിലാണ് ഞാൻ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. മീറ്ററിന് 70 രൂപ വില വരുന്ന തുണിയാണ്. ഞാനിത് 4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്ലീവിനുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിത് 4ആയി മടക്കിയിട്ട് ഒരു 10 ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ പീസ് നമുക്ക് സ്ലീവിനുള്ളത് മാറ്റി വെക്കാം. ഇനി നമുക്ക് യോക്കിനുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യോക്കിന് വേണ്ടിയിട്ട് ഒരു 18 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അളന്നെടുത്തിട്ട് കറക്റ്റായിട്ട് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്കിന് താഴേക്കുള്ള തുണി കൂടി അളന്നെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 31 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 33 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പീസ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഫ്രണ്ട് പീസ് വേറെയും ബാക്ക് പീസ് വേറെ ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പീസും ഒന്ന് ബാക്ക് പീസും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് യോക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് 4ആയി മടക്കിയതിന് ശേഷം ആദ്യം നമുക്ക് ഷോൾഡർ അളന്നെടുക്കാം. അപ്പോൾ 8 ഇഞ്ച് ഷോൾഡറാണ് ഞാൻ അളന്ന് വെച്ചിട്ടുള്ളത്. അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആം ഹോൾ അളന്നെടുക്കാം. അത് 9 ഇഞ്ച്. അപ്പോൾ അത് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളന്നെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 11 ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഷേപ്പ് ലെങ്ത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഷേപ്പ് ലെങ്ത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഷേപ്പിൻ്റെ അവിടെ നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ വേസ്റ്റ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെസ്റ്റ് 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടായിരിക്കും നമ്മുടെ വേസ്റ്റ് കിട്ടുക. അപ്പോൾ 11 ഇഞ്ചിൽ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി യോക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തണം. അപ്പോൾ യോക്കിൻ്റെ ഇറക്കം ഞാൻ 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ഇഞ്ച് എക്സ്ട്രാ കൂടി എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ താഴെ എടുക്കുന്നത്. ജോർജറ്റിൻ്റെ ഷിഫോണിലൊക്കെ തുണിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് താഴെ ലൈന് ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒന്നുകൂടി കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരവണ്ണം ഞാനിവിടെ 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തത് അവിടേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ ആയിട്ടല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, രണ്ടും ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 2 ഇഞ്ച് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് നല്ലതാണ്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ആക്കിയിട്ട് വരച്ച് കൊടുക്കണം. ഫ്രണ്ട് പീസും ബാക്ക് പീസും വെവ്വേറെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുമിച്ച് വെച്ച് മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ മാർക്ക് ചെയ്തതിന് അപ്പുറം 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഫ്രണ്ട് പീസിന് ഓപ്പൺ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ ഓപ്പൺ വെക്കുന്നില്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്മേലാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ താഴേക്ക് ലെങ്ത്ത് നമുക്ക് 3 ഇഞ്ച് മതി. ഇത് കോളർ നെക്കാണ്. അപ്പോൾ അതുകൊണ്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. അതിനുശേഷം ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് യു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് യു ഷേപ്പിൽ വേണമെന്നില്ല, എന്നാലും ചെറുതായിട്ടൊരു യു ഷേപ്പിൽ വേണം ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ.
അതുപോലെ ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് വിടുത്ത് 3 ഇഞ്ച് തന്നെ കൊടുക്കാം. അതിനുശേഷം താഴേക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കോളർ നെക്ക് കൊടുക്കുമ്പോൾ ബാക്ക് നെക്ക് അധികം ഇറങ്ങണ്ട, അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് കർവാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് പീസും ലൈനിങ്ങും ഒരുമിച്ച് പിൻ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പിൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ യോക്ക് പീസ് ലൈനിങ്ങുമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പീസ് താഴെയും മുകളിൽ ലൈനിങ്ങുമായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കോളർ നെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നെക്ക് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് മറിച്ചടിക്കാത്തതുകൊണ്ട് നല്ല ഭാഗം ഈ ഭാഗത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിതുപോലെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ജോർജറ്റിൻ്റെ തുണി, ഷിഫോണിൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പിടിച്ച പോലെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി പീസും ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ 2 ഭാഗത്തും പിൻ ചെയ്തിട്ട് നടുവിലൂടെ 2 സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 സ്റ്റിച്ചിങ് കൊടുത്തതിൻ്റെ സെൻട്രലായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗം ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്ത അതേ രൂപത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്റ്റിച്ചിങ് കൊടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ഈസി മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതുവരെ ഇങ്ങനെ കാണിച്ചത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് വീതിയിലുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തുള്ള പീസിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നില്ല. ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മുകളിലത്തെ പീസിന് ഒരു 2 ഇഞ്ച് വീതിയുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഓപ്പൺ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം മാത്രം ഓപ്പൺ ആക്കി ഇട്ടിട്ട് ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള തുണി 4ആയിട്ട് മടക്കിയിട്ട് 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 9 ഇഞ്ചിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ കർവായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ ലെങ്ത്തിലുള്ള സ്ലീവാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ താഴെ ഭാഗം ഇലാസ്റ്റിക് വെച്ചിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഭാഗം കുറച്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഒരു 8 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിന് ഇലാസ്റ്റിക് കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം. അതിനുശേഷം ഇതിലൂടെ ഇലാസ്റ്റിക് കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി താഴേക്ക് സ്കേർട്ടിൻ്റെ പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എ ലൈൻ ആക്കിയിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് പീസ് മാത്രം നമുക്ക് എ ലൈൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഇതിന് മുകളിൽ വെച്ചിട്ട് അതുപോലെ തന്നെ അരവണ്ണ അളന്നെടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അരവണ്ണത്തിൻ്റെ ചുറ്റളവ് എത്രയാണോ അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പകുതി എടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നില്ല, ബാക്ക് പീസ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് പീസ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് പീസിക്ക് അരവണ്ണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസിനുള്ള ലൈനിങ് ആണ്. ഇത് നമ്മൾ എലൈനായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് മുകളിൽ നമ്മൾ ഫ്രില്ലിടാനുള്ള തുണി വെച്ച് കൊടുക്കണം.
അപ്പോൾ അതിൻ്റെ നടുഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച അതേ തുണി തന്നെ അതിൻ്റെ നടുഭാഗം എടുത്തിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ലൈനിങ്ങിനും അതുപോലെ തന്നെ ഒരു നോച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇത് വെച്ച് കൊടുക്കണം. രണ്ട് തുണിയുടെയും സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് വേണം ഫ്രില്ലിട്ട് കൊടുക്കാൻ. ഇതുപോലെ ചെറിയ ഫ്രില്ല് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ ഭാഗം ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോച്ചിട്ട ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അത് ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം ഈ യോക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അലാസ്റ്റിക് കൊടുത്തിട്ട്. ഇനി അത് ആദ്യം സ്ലീവ് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് യോക്ക് പീസും പിന്നെ താഴെ ഫ്രില്ലിട്ട പീസും കൂടി സ്കേർട്ടിൻ്റെ പീസും കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ലൂസിൽ കിടക്കുന്ന സ്ലീവ് ആയതുകൊണ്ട് ലൈനിങ് വേണമെന്നില്ല. ബാക്ക് പീസ് ഇതുപോലെ ഫ്രില്ലിടാതെയാണ് ചെയ്തെടുക്കുന്നത്. ഏലയിലാക്കി വെട്ടിയിട്ടുള്ള ലൈനിങ്ങുമ്പോൾ അതുപോലെ തന്നെ നല്ല പീസും അറ്റാച്ച് ചെയ്തിട്ട് ബാക്ക് പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് ഇതുപോലെ ഫ്രില്ലിട്ടിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് യോക്ക് പീസും സ്കേർട്ടിൻ്റെ പീസും കൂടി യോജിപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് യോക്കിന് നമ്മൾ 1 ഇഞ്ച് അധികമായിട്ട് എടുത്തിരുന്നു കട്ട് ചെയ്തപ്പോൾ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പാകമാക്കിയതിന് ശേഷം വേണം സ്കേർട്ടും യോക്കും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസ് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒരു ബെൽറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വലിയ വിലയൊന്നുമില്ല, ഒരു മീറ്ററിന് 50 രൂപ വില വരുന്നൊരു ബെൽറ്റാണിത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് സ്ലീവിനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 പീസുകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് സ്ലീവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്ലീവ് കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പ് വേണം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള അളവെടുക്കണം. അപ്പോൾ അതിന് 2 ഭാഗവും കൂട്ടി പിടിക്കുക. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആക്കിയ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒരു പിന്ന് കുത്തി കൊടുത്താൽ മതി. നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അളവെടുക്കാം. അപ്പോൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം അളന്നെടുക്കാൻ. ഇതുപോലെ വലിച്ചു പിടിക്കാതെ അളന്നെടുക്കാം. കറക്റ്റായിട്ട് അളന്നെടുത്തതിന് ശേഷം എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ച് ഒരു ഭാഗം, അപ്പോൾ 2 ഭാഗം ആകുമ്പോൾ 18 ഇഞ്ച്. ഇനി അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് അളവെടുക്കാൻ. ഇത് 5 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളമുള്ളൊരു പീസാണ്. ഞാനിവിടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളമുള്ള പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കോളർ നെക്കിന് വേണ്ടിയിട്ട് 18 ഇഞ്ചാണ് അളവ് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 18 ഇഞ്ച് നീളത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത് ഈ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് ഈ 3 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ മറിച്ച് കൊടുക്കാം. ക്യാൻവാസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കോളർ ഫിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കോളർ വെക്കേണ്ട ഭാഗം തലഭാഗം ഇതുപോലെ കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഒരുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോളർ വെക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. പലരും പല രീതിയിലാണ് കോളർ ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തോന്നിയ ഒരു രീതിയാണിത്. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുക്കാറുണ്ട്. കോളർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ടോപ്പിൻ്റെ താഴെ ഭാഗം ഒന്ന് ലോക്ക് ചെയ്യുക കൂടെ ചെയ്തിട്ടുണ്ട്. അത് മടക്കി തയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ലോക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയായിരുന്നു ഇത്. ഡ്രസ്സ് ചെയ്ത് നോക്കിയാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സ്റ്റിച്ചിങ് രീതിയിലൊക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.
എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കയ്യിന് താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പണിൽ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ലേസ് വെച്ചിട്ട് ഇതുപോലെ ഒരു ബെൽറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പീസ് വെച്ചിട്ട് തന്നെയാണ് സ്ലീവിനും ചെയ്തിട്ടുള്ളത്. 2 പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു ഡയമണ്ട് ഷേപ്പിലാണിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണിത്. അപ്പോൾ തുണിയൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.